പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാണ് ഇന്ത്യ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ 10 വർഷത്തെ അഴിമതി ഭരണത്തിന് അറുതി വരുത്തി ബംഗാൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിജെപി തങ്ങളുടെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം പുറത്തെടുത്തിരിക്കുന്നു. അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സങ്കല്പ പത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പത്രിക കൊൽക്കത്തയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പ്രകാശനം ചെയ്തത്. കേവലം വാഗ്ദാനങ്ങളല്ല, മറിച്ച് അധികാരം ലഭിച്ചാൽ ബംഗാളിനെ വീണ്ടെടുക്കാനുള്ള കൃത്യമായ റോഡ് മാപ്പാണ് ഇതെന്ന് ബിജെപി അവകാശപ്പെടുന്നത്. ബംഗാളിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂപടം മാറ്റിവരയ്ക്കാൻ ശേഷിയുള്ള 15 പ്രധാന വാഗ്ദാനങ്ങളാണ് ഈ പത്രികയുടെ കാതൽ. അതിൽ ഏറ്റവും വിപ്ലവകരമായ പ്രഖ്യാപനം ഏകീകൃത സിവിൽ കോഡ് അഥവാ UCC നടപ്പിലാക്കും എന്നതാണ്. ബിജെപി അധികാരത്തിൽ വന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് UCC നടപ്പിലാക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. ഇതിനൊപ്പം തന്നെ അതീവ ഗൗരവത്തോടെ പത്രിക കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വിഷയമാണ് നുഴഞ്ഞുകയറ്റം. അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നിലവിൽ അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തി നാടുകടത്തുമെന്നും സങ്കല്പ പത്ര വ്യക്തമാക്കുന്നു. ഇതിനായി CAA നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഊർജിതമാക്കും. കർഷകരെയും യുവജനങ്ങളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ടുള്ള വികസന പദ്ധതികളാണ് ഇതിലെ മറ്റൊരാകർഷണം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ 1 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് ഏറ്റവും വലിയ വാഗ്ദാനം. എന്തുകൊണ്ടാണ് ബംഗാളിൽ ഒരു മാറ്റം അനിവാര്യമാകുന്നത്? തൃണമൂൽ സർക്കാരിന്റെ പരാജയങ്ങൾ ബിജെപി അക്കമിട്ട് നിരത്തുന്നുണ്ട്. സ്ത്രീ സുരക്ഷയിലെ പാളിച്ചകൾ, മാ മാട്ടി മാനുഷ് എന്ന് പറയുന്ന മമതയുടെ ഭരണത്തിൽ ബംഗാളിലെ സ്ത്രീകൾ സുരക്ഷിതർ അല്ലെന്നാണ് ബിജെപിയുടെ ആരോപണം. സന്ദേശ് ഖാലിയിൽ കണ്ടതുപോലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും ക്രമസമാധാന തകർച്ചയും സംസ്ഥാനത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇതിന് പരിഹാരമായിട്ടാണ് കുടുംബനാഥന്മാർക്ക് പ്രതിമാസം 3000 രൂപ നൽകുന്ന പദ്ധതി ബിജെപി മുന്നോട്ട് വെക്കുന്നത്. വികസന മുരടിപ്പ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ മമതാ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. പാവപ്പെട്ടവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്നും ബംഗാളിൽ ലഭ്യമല്ല. ബിജെപി അധികാരത്തിൽ വന്നാൽ ഇത് ഉടനടി നടപ്പിലാക്കും. അടുത്തത് അഴിമതിയും സിൻഡിക്കേറ്റ് രാജും. സ്കൂൾ നിയമനം മുതൽ റേഷൻ വിതരണത്തിൽ വരെ തൃണമൂൽ നേതാക്കൾ അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ അഴിമതി ഭരണത്തെ തുറന്നുകാട്ടാൻ ഒരു ധവളപത്രം തന്നെ പുറത്തിറക്കുമെന്നാണ് ബിജെപിയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ നേരിടുന്ന അവഗണനയ്ക്കും പത്രികയിൽ മരുന്നുണ്ട്. അധികാരത്തിൽ എത്തിയാൽ കേവലം 45 ദിവസത്തിനകം 7ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കും. കൂടാതെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന TA കുടിശ്ശികയും അതേ 45 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കുമെന്നും പത്രികയിൽ പറയുന്നു. ഇത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകും. കാർഷിക മേഖലയിലെ തകർച്ച പരിഹരിക്കാൻ പ്രത്യേക പാക്കേജുകളും കന്നുകാലി കടത്ത് തടയാൻ പ്രത്യേക ടാക്സ് ഫോഴ്സും ബിജെപി ഉറപ്പു നൽകുന്നു. ചുരുക്കത്തിൽ ബംഗാൾ പിടിക്കാൻ വികസനവും കർശനമായ നിയമങ്ങളും ചേർത്തുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ബിജെപി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി വിഭാവനം ചെയ്യുന്ന വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് ബംഗാളിനെയും എത്തിക്കുമെന്നാണ് അവരുടെ ഉറപ്പ്. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ബംഗാൾ ജനതയുടെ മനസ്സ് മാറ്റുമോ? മമതാ ബാനർജിയുടെ ഉറച്ച വോട്ടുകൾ തകർക്കാൻ ബിജെപിക്ക് സാധിക്കുമോ? അതോ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ അധികാരം നിലനിർത്തുമോ? ഉത്തരം ജനങ്ങൾ നൽകും. ഈ വാഗ്ദാനങ്ങളെക്കുറിച്ചും ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.